പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. വാർത്തകളിലേക്ക്. ആലപ്പുഴ മർദ്ദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ സസ്പെൻഷന് പിന്നാലെ വകുപ്പ് തല അന്വേഷണം. DGP യോഗേഷ് ഗുപ്ത അന്വേഷണം നടത്തും. സസ്പെൻഷനോടെ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റ സാധ്യതയ്ക്കും മങ്ങലേറ്റു. കാര്യങ്ങൾ ചട്ടപ്രകാരം മുന്നോട്ട് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ സസ്പെൻഷനിലാകുന്നതോടെ ADGP MR അജിത് കുമാറിന്റെ ഭാവിയാണ് തുലാസിലാകുന്നത്. ഈ മാസം 31-ന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടിയിരുന്ന MR അജിത് കുമാറിനാണ് ഇപ്പോൾ സസ്പെൻഷൻ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ആ സ്ഥാനക്കയറ്റം ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. അപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല അന്വേഷണത്തിനാണ് സർക്കാർ ഒരുങ്ങുന്നത്. DGP റാങ്കിലുള്ള യോഗേഷ് ഗുപ്തയാകും ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെയാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ MR അജിത് കുമാറിന്റെ ഭാവി നിർണ്ണയിക്കുക. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ ട്രൈബ്യൂണലിലോ കോടതിയിലോ പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് വാങ്ങി വന്നാൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ഈ DGP സ്ഥാനക്കയറ്റത്തിൽ മറ്റാരെയും പരിഗണിക്കുന്നില്ല. ഈ വകുപ്പ് തല അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമാകും DGP റാങ്കിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിലേക്ക് ആളുകളെ സർക്കാർ പരിഗണിക്കുക എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തു വരുമ്പോൾ ഗുരുതരമായ ക്രമക്കേടുകളാണ് MR അജിത് കുമാറിനെതിരെ കണ്ടെത്തലായി മാറിയിട്ടുള്ളത്. അതിൽ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഇടയിൽ ക്രമരഹിതമായി MR അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട്. കേസ് എഴുതിത്തള്ളാനുള്ള ഇടപെടൽ പല തവണ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ സർവീസിൽ ഇരുത്താൻ കൊള്ളുന്ന ആളല്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആളുകളെ തലനെല്ലി പൊളിക്കാൻ പറയുക, പിന്നെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന പൂരം കലക്കുക, എന്തൊക്കെയാ ചെയ്യുക. കഴിഞ്ഞ പ്രത്യേകിച്ച് അവസാനത്തെ 5 വർഷക്കാലം സത്യത്തിൽ പിണറായി വിജയനെ കുഴിയിലിറക്കിയതിൻ്റെ മുഖ്യ പങ്കാളി അദ്ദേഹം. മുൻപ് കേസ് അന്വേഷിച്ച 3 ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ ഭാഗമായാണ് എന്തായാലും ഈ കണ്ടെത്തൽ വരുന്നത്. അതിലേറ്റവും ഗൗരവതരമായുള്ളത് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന KP ടോംസന്റെ മൊഴിയാണ്. ആ മൊഴിയിൽ കേസ് ഡയറി MR അജിത് കുമാർ പരിശോധിക്കുകയും ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ കേസിൽ CMന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് എങ്ങനെ കണ്ടെത്താനാകുമെന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഒപ്പം ഇനി കേസ് എഴുതിത്തള്ളുക എന്ന വഴി മാത്രമാണ് മുന്നിലുള്ളതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ KP ടോംസൺ, അരുൺ KS, സുനിൽ രാജ് DYSPമാരാണ്. ഇവരുടെ മൊഴി ഉൾപ്പെടെ അജിത് കുമാറിനെതിരായിരുന്നു. നിലവിൽ മറുപടിയും വിശദീകരണവും അജിത് കുമാർ DGPക്ക് മുൻപായി നൽകിയ മറുപടിയും അത് തൃപ്തികരമല്ലായിരുന്നു എന്ന് ഈ സസ്പെൻഷൻ ഓർഡറിൽ പറയുന്നുണ്ട്. MR അജിത് കുമാറിൻ്റെ കരിയറിലേക്ക് പല വിവാദങ്ങൾ വന്നു ചേർന്നെങ്കിലും ഇപ്പോഴാണ് ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഒടുവിൽ ആലപ്പുഴ മർദ്ദന കേസിൽ, ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ MR അജിത് കുമാറിന് സസ്പെൻഷൻ നേരിടേണ്ടി വരികയാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.